നിസ്കരിക്കുന്ന സമയത്ത് നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്താണ്, നോക്കേണ്ടത് മിമ്പറിന്റെ ഭംഗിയല്ല. അതേപോലെ പള്ളിയുടെ അതിൻ്റെ സൗന്ദര്യമല്ല, മുന്നിൽ നിൽക്കുന്നവൻ്റെ കുപ്പായത്തിൻ്റെ കളറല്ല, നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥാനത്താണ്. അതേ സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് കയ്യിൻ്റെ വിരൽ, അതേ വലത്തേ കയ്യിൻ്റെ ചൂണ്ടം വിരൽ, അതുപോലെ താഴ്ത്തിയിട്ട ചൂണ്ടം വിരൽ, 3 വിരലുകൾ കൂട്ടിപ്പിടിച്ച് തള്ളവിരലും കൂട്ടിയിട്ട് ചൂണ്ടം വിരലിൻ്റെ അടിഭാഗത്തേക്ക് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ അത്തഹിയാത്ത് തുടങ്ങി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇല്ല എന്ന് പറയുന്ന ഹംസിന്റെ വിരല് ഒരൽപ്പം പൊക്കണം. അത് പൊക്കുന്നത് എങ്ങനെ? നേരെ കുത്തനെ മേൽപോട്ടല്ല, ഒരൽപ്പം താഴോട്ട് ചെരിച്ചുകൊണ്ട് പൊക്കി വെക്കണം. പിന്നെ അത് ഇളക്കാൻ പാടില്ല കേട്ടോ, അതങ്ങനെ തന്നെ അവിടെ വെക്കണം. അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ആ വിരലിലേക്ക് നോക്കാം. മറ്റ് സമയങ്ങളിൽ സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കുനൂത്തോതുമ്പോൾ കൈ രണ്ടും പൊക്കിപ്പിടിച്ചാണ് കുനൂത്തോതേണ്ടത്. ആ 2 കൈയും കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ കയ്യിലേക്ക് നോക്കിയാൽ മതി. അഥവാ കൈ രണ്ടും വേറിട്ടാണ് പിടിക്കുന്നതെങ്കിൽ സുജൂദിന്റെ സ്ഥാനത്ത് തന്നെ നോക്കാമല്ലോ. കൈവെക്കേണ്ടത് അതേ കുനൂത്തിലും മറ്റെല്ലാ ദുആകളിലും കൈ പൊക്കേണ്ടത് ചുമലിൻ്റെ നേരെയാണ്. അത് മലർത്തി ഇങ്ങനെ പിടിക്കുകയാണ് വേണ്ടത്. എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. പല മുസ്ലിമീങ്ങളും എന്നല്ല, പലപ്പോഴും പണ്ഡിതന്മാർ പോലും അവർക്കറിയാഞ്ഞിട്ടല്ല, ചിന്തയിൽ വരാത്തത് കൊണ്ടാണ്. അതാ ദുആ നടത്തുമ്പോൾ ചിലരൊക്കെ മടിയിൽ കൈവെക്കുന്നവരുണ്ട്. അത് ശരിയായ അദബല്ല. അതുപോലെ ഒരു കൈയിൻ്റെ മേലെ മറ്റേ കൈ വെച്ചിട്ട് എന്നിട്ട് വിരലിങ്ങനെ കൂട്ടിയിട്ടിങ്ങനെ അതാ കഴുക്കോല് വെക്കുന്ന മാതിരി വെക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുമല്ലല്ലോ, കൈവെക്കേണ്ടത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. അള്ളാഹുവിനോട് താഴ്മയോടെ ചോദിച്ചു വാങ്ങുന്നതാണത്. അത് ചോദിച്ചു വാങ്ങുമ്പോൾ നിങ്ങളാരെങ്കിലും ഒരു സാധനം ചോദിച്ചു വാങ്ങുമ്പോൾ മടിയിൽ കൈവച്ചിട്ട് ചോദിച്ചു വാങ്ങുമോ? അതുപോലെ കൈ ഇങ്ങനെ ഒന്നിൻ്റെ മേലെ മറ്റൊന്ന് കൂട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് ചോദിച്ചു വാങ്ങുമോ? പടച്ചവനോട് ചോദിച്ചു വാങ്ങുന്നതല്ലേ അത് പരിപാടി. അതുകൊണ്ട് ഉയർത്തേണ്ടത് അങ്ങനെയാണ്. അങ്ങനെ ഉയർത്തുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. 2 കൈയും കൂട്ടിപ്പിടിക്കുകയാണോ? കയ്യിലേക്ക് നോക്കാം. അല്ല അതേ വിടർത്തിപ്പിടിക്കുകയാണോ എന്നാ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാം. ആ നോട്ടം മനുഷ്യന് ഭക്തി ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ, വിശക്കുന്നുണ്ട്, ഭക്ഷണം തയ്യാറാണെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് കയറലാണ് നല്ലത്. അതേ വിസർജിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിസ്കാരത്തിലേക്ക് വീണ്ടും ഒതുവെടുത്ത് വരലാണ് നല്ലത്. നമ്മുടെ ശ്രദ്ധ മാറാതിരിക്കാനാണ്. അങ്ങനെ ഖുശൂഅോടെ നിസ്കരിക്കുന്നത് വലിയ ഭാഗ്യമാണ്. റബ്ബേ, ഞങ്ങളെ കൈവശത്തിൽ ഖുശൂഉള്ള നിസ്കാരങ്ങളൊന്നുമില്ല. നീ ഞങ്ങളെ അമലുകൾ നിന്റെ മഹ്ളായ ഫദ്ൽ കൊണ്ട് ഖബൂൽ ചെയ്യണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നിസ്കാരങ്ങൾ ഞങ്ങളിലേക്ക് വലിച്ചെറിയരുതേ അല്ലാ. അല്ലാഹുവിന് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മമാണ് നിസ്കാരം. അത് കൃത്യമായി നിസ്കരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. അത് പുരുഷന്മാർക്ക് നിസ്കരിക്കാനാണ് പള്ളി. അതുകൊണ്ട് ഖുർആൻ പള്ളിയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. പള്ളിയിൽ നിസ്കരിക്കുന്നത് റിജാലുൻ പുരുഷന്മാരാണ്. സ്ത്രീകളെ ജുമുഅ ജമാഅത്തിന് വേണ്ടി അല്ലാഹു തആല വിളിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് വിളിച്ചാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അല്ലാഹുവിന് അറിയാം. അല്ലാഹു വലിയ കാരുണ്യമുള്ള രാജാവാ. അല്ലാഹു തആല അക്രമിയല്ല. അല്ലാഹു ബുദ്ധിമുട്ടിക്കുന്നവനല്ല. മാ ജഅലല്ലാഹു ഫിദ്ദീനി മിൻ ഹറജ്. അല്ലാഹുവിന്റെ ദീനിൽ ഒരു ബുദ്ധിമുട്ടും അല്ലാഹു തന്നിട്ടില്ല.
സ്ത്രീകളോട് 5 വക്ത് നിസ്കാരത്തിന് പള്ളിയിൽ വരണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5 മണിക്ക് സുബഹിയാണെങ്കിൽ 4:30 മണി 4:45 ടോർച്ച് മേടിച്ചിട്ട്, പഴയ കാലത്ത്, ഇപ്പോൾ പിന്നെ എല്ലാവരുടെ കയ്യിലും ടോർച്ചുണ്ട്, ഈ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ടല്ലോ ടോർച്ച്. ഇതിലില്ലാത്ത ഒന്നുമില്ല. എൻ്റെ ഡ്രൈവർ പറഞ്ഞ് ഒന്നുമില്ല ഇതിലില്ലാത്തൊരു കുടയും കൂടിയേ ആവശ്യമുള്ളൂ എന്നാണ്. കുട മാത്രമേ ഇതിലില്ലാത്തത്. അപ്പോൾ ഇങ്ങനെ അടിച്ചിങ്ങനെ വരികയാണ്. ആര്? 4:30 മണി 4:45 20 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, ഒരു പ്രശ്നവും വരാനില്ല. അതേസമയത്ത് 20 വയസ്സുള്ളൊരു പെൺകുട്ടി ഇങ്ങനെ ടോർച്ച് മേടിച്ചിട്ട് പള്ളിയിലേക്ക് ദിനേന രാവിലെ വന്നാൽ ഈ എത്ര വലിയ അപകടമാണെന്ന് പറയണോ? അതുപോലത്തെ ഒരുപാട് അപകടങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല സ്ത്രീകളെ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല. അതാണ് ഖുർആൻ റിജാലും പുരുഷന്മാർ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉബയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടും. പള്ളിയിൽ നിസ്കരിച്ചതിനേക്കാളും കൂടുതൽ പ്രതിഫലം അല്ല വീട്ടിൽ നിസ്കരിച്ചാൽ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് അവർക്ക് അങ്ങനെ ഓഫറാ. വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം, പള്ളിയിൽ വന്നാൽ പ്രതിഫലം പോകല, പ്രതിഫലം ഇല്ലാതാകല. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ഈമാനുള്ള പെണ്ണും പള്ളിയിൽ ജമാഅത്തിന് പോകില്ല. കാരണം ഉള്ള കൂലി കുറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പോവോ? കൂടുതൽ കിട്ടാനല്ലാതെ. അപ്പോൾ ഒരൊറ്റ പെണ്ണു ഈമാനുള്ള പെണ്ണുങ്ങൾ ജമാഅത്തിന് പോകില്ല, അവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കും. അതുകൊണ്ടല്ലേ ഏറ്റവും വലിയ ഈമാനുള്ള സ്ത്രീകൾ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാ, അതുപോലെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാ. അങ്ങനെയുള്ള മഹദികളെ സംബന്ധിച്ച് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഒരു രാത്രിയോ പകലോ ഒരൊറ്റ ജുമുഅക്കോ ജമാഅത്തിനോ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഒരു ഭാര്യയും ഒരു മക്കളും ഒരു പെൺമക്കളും പുറത്തു പോയിട്ടില്ല. അവരാണ് വലിയ ഈമാനുള്ള സ്ത്രീകൾ. ഈ ഓദായിലെ ഫാത്തിമ കുട്ടിയും അല്ലെങ്കിൽ ഓദായിലെ ഖദീജ കുട്ടിയൊന്നല്ല. ഈമാനുള്ള സ്ത്രീകൾ അതേത് മുജാഹിദ് പെണ്ണല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെൺമക്കളുമാണ്. അവർ ജമാഅത്തിന് പോകാറില്ല. അത് സ്ത്രീകളെ ഇസ്ലാം 2ാം നമ്പറാക്കിയതൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. പുരുഷന്മാർക്ക് ജനാബത്തുള്ള സമയത്ത് പള്ളിയിൽ കയറാൻ പാടില്ല. അതുപോലെ മെൻസസ് ഉള്ള സമയത്ത് സ്ത്രീകൾക്കും കയറാൻ പാടില്ല എന്നല്ലാതെ പള്ളി കയറിക്കൂടാത്ത വർഗ്ഗമാണ് സ്ത്രീകൾ എന്ന് സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട ഒരൊറ്റ ആലിമും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പള്ളികളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള പള്ളിയായ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാമിൽ തന്നെ തവാഫ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾക്ക് പ്രവേശം നൽകുന്നുണ്ട്. പള്ളി കരന്നുകൂടാത്തൊരു വർഗ്ഗാണെ പിന്നെ അപ്പള്ളി കയറ്റിയിട്ട് വേറുള്ള പള്ളിയിലാണ് കയറ്റാതിരിക്കുന്നത്. അങ്ങനെയില്ല. അങ്ങനെ സ്ത്രീകളെ ഇൻസൾട്ടാക്കിയതല്ലത്. അവരെ സുരക്ഷിതത്വത്തിനു വേണ്ടി, അവരെ സൗകര്യത്തിനു വേണ്ടി പടച്ചവൻ കൊടുത്ത നിയമമാണത്. ഇരിക്കട്ടെ, ബുദ്ധിയില്ലാത്തവരാണ് സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകുന്നവർ. ബുദ്ധിയുള്ളവർ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകില്ല. ബുദ്ധി എല്ലാവർക്കും എല്ലാ നിലക്കും ബുദ്ധി വേണമെന്നില്ല. പക്ഷേ ഒരു ബുദ്ധി വേണം. അതെന്താണെന്നറിയോ? എന്നേക്കാൾ വിവരമുള്ളത് എൻ്റെ മുൻഗാമികളായ പണ്ഡിതന്മാർക്കാണ് എന്നൊരു വിവരം വേണം. അതും ഇല്ലാതിരിക്കുമ്പോഴാണ് പലരും കള്ളത്തരീഖത്താകുന്നത്, അതില്ലാതിരിക്കുമ്പോൾ പലരും മുജാഹിദാകുന്നത്, അതില്ലാതിരിക്കുമ്പോൾ പലരും ജമാഅത്ത് ഇസ്ലാമിയാകുന്നത്. പഠിപ്പിച്ച ഉസ്താദുമാരെ സംബന്ധിച്ചും അവരെ ഗുരുനാഥന്മാരെ സംബന്ധിച്ചും അവരുടെ മുൻഗാമികളെ സംബന്ധിച്ചൊന്നും യാതൊരു മതിപ്പില്ലാത്ത, അതിന് പറയേണ്ടത് മാനസിക രോഗം എന്നാണ്. അങ്ങനെയാണ് പലരും പിഴച്ചു പോകുന്നത്. ശരിയായ ബുദ്ധിയുള്ളവരാണോ അവർ സുന്നത്ത് ജമാഅത്തിൽ തന്നെ ഉറച്ചു നിൽക്കും, ഏത് വിഷയത്തിലാണെങ്കിലും. ഞാനിപ്പോൾ അതിൽ കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, അപ്പൊ ഇബാദത്തിന് വേണ്ടിയുള്ള കേന്ദ്രമാണ് പള്ളി. മൻഅൻസദ ളാല്ലത്തൻ ഫിൽ മസ്ജിദി. പള്ളി കയറിയിട്ട് ഒരാൾ ചോദിച്ചു, എൻ്റെ വാച്ചാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, എൻ്റെ വാച്ചാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ലതും നഷ്ടപ്പെട്ടു പോയത് പള്ളിയിൽ വെച്ച് അന്വേഷിച്ചാൽ അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, അവനോട് പറയണം, ലാ റദ്ദഹല്ലാഹു ലക്, അള്ളാഹു അത് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. അതിൻ്റെ ഒരു മാനയാണത്. അതെന്താ കാരണം? പള്ളി ഉണ്ടാക്കിയത് നിന്റെ സാധനം പോയതിന് പരസ്യം ചെയ്യാനല്ല പള്ളി ഉണ്ടാക്കിയത് അള്ളാഹ് ഇബാദത്തിനാണ്. നിന്റെ പരസ്യം അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് നടത്തിക്കോ, അതിവിടെ നടത്താനുള്ളതല്ല. അതാണ് ആ ഹദീസിന്റെ ഒരു മാന. വേറൊരു മാനല്ല. ഇനി മേലിൽ അങ്ങനെ പറയാൻ പാടില്ല. റദ്ദഹല്ലാഹുലക്ക്, ഇവരെല്ലാണ്ട് നീ അങ്ങനെ ചോദിച്ചു പോയി, റദ്ദഹല്ലാഹുലക്ക്, അള്ളാഹു നിനക്ക് തിരിച്ചു തരട്ടെ, അങ്ങനെയും അതിനർത്ഥം പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. രണ്ടർത്ഥവും വരുന്ന വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടുത്തെ മൗഇസത്തിന്റെ ഭാഗമാണ്. അതിലേക്ക് ഞാൻ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, പള്ളിയിൽ അനാവശ്യം സംസാരിക്കാൻ, പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്നത് നല്ലതാണ്. എല്ലാവർക്കും അറിയുന്നൊരു മസലയാണ്. വെള്ളിയാഴ്ച രാവിലെ ഒരു 9 മണിക്കായാൽ കൂടുതൽ നല്ലതാണ്.
അതേപോലെ ചൊവ്വാല് മാസത്തിലായാൽ ഒന്നും കൂടി നല്ലതാ. സുബ്ഹാനല്ലാഹ്, അങ്ങനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പോഴേ പറ്റൂന്നൊന്നും അതിനർത്ഥമില്ല, പള്ളിയിലേ പറ്റൂന്നും അർത്ഥമില്ല. പക്ഷേ പള്ളിയിൽ നിക്കാഹ് വെച്ചിട്ട് കുറെ ആളുകൾ പള്ളിയിൽ വന്ന് ബഹളം വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. നിക്കാഹ് നടക്കുന്നവരെ ബഹളം, അത് പാടില്ല, അത് പാടില്ല. പള്ളി ബഹളം വെക്കാനുള്ളതല്ല. പള്ളിയിൽ കയറിയാൽ അവൻ അതാ ഇത്തിക്കാഫിനെ കരുതണം. പള്ളിയിൽ നിൽക്കുക, ഇരിക്കുക, കിടക്കുക, എന്ത് ചെയ്താലും അള്ളാന്റെ വീട്ടിൽ വന്ന് കൂടുക എന്നതൊരു പുണ്യകർമ്മമാണ്. യജമാനനായ രാജാവിൻ്റെ വീട്ടിൽ അടിമ വന്ന് കൂടുകയാണ്. അതിനാണ് ഇത്തിക്കാഫ് എന്ന് പറയുന്നത്. അത് വലിയ പുണ്യമാണ്. അത് മനസ്സിൽ കരുതണം. 2 റകഅത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. മറ്റേതെങ്കിലും നിസ്കാരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തഹിയ്യത്തും കൂടി കരുതിയാൽ പരിപൂർണമായ നിലക്ക് തഹിയ്യത്തിൻ്റെ പ്രതിഫലവും അതേ മറ്റേ നിസ്കാരത്തിൻ്റെ പ്രതിഫലവും ലഭിക്കും. അതേ നിസ്കാരം ഏതാണെങ്കിലും ശരി, അതിൻ്റെ കൂടെ കൂട്ടിക്കരുതാൻ പറ്റുന്നതാണല്ലോ തഹിയ്യത്ത്. കരുതിയില്ലെങ്കിലും പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇമാം റംലി അടക്കമുള്ളവരുടെ അഭിപ്രായം. എന്നാൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹും അതുകൊണ്ട് ആ കൽപ്പന വീടുമെങ്കിലും പ്രതിഫലം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ തഹിയ്യത്തും കൂടി കരുതണമെന്നാണ് പറഞ്ഞത്. അതിന് നമുക്ക് മുടക്കമില്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് തഹിയ്യത്ത് നിസ്കരിക്കണം, പള്ളിയിൽ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, നല്ല കാര്യങ്ങൾ പറയുക, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹായ മൗലിദ് ഓതുക, അതേ ദിക്റുകൾ ചൊല്ലുക, റാത്തീബ് ചൊല്ലുക, ഹദ്ദാദ് ചൊല്ലുക. ഇതെല്ലാം ദിക്റിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതുപോലെ നല്ല ഇൽമ് പറയുക, അതേ ഇൽമ് കേൾക്കുക. ഇങ്ങനെ തുടങ്ങിയ സൽക്കർമ്മങ്ങളല്ലാതെ ഒരിക്കലും അനാവശ്യ വാക്കുകളോ അനാവശ്യ പ്രവർത്തനങ്ങളോ പാടില്ല. പള്ളിയിൽ കയറുമ്പോൾ വുളു ഉണ്ടാകുന്നത് പ്രത്യേകം സുന്നത്താണ്. പള്ളിയിൽ നിന്ന് വുളു മുറിയാൻ പാടില്ല. വുളുവുള്ളവൻ പള്ളിയിൽ താമസിക്കുമ്പോ, പള്ളിയിൽ ഇരിക്കുമ്പോ വുളു മുറിയണമെന്ന് തോന്നിയാൽ അവന് ടോയ്ലറ്റിലേക്ക് പോകാം. പള്ളിയിൽ വെച്ച് വുളു മുറിയരുത്. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ വെച്ച് വുളു മുറിയരുതെന്ന് പറഞ്ഞാൽ അവൻ മലമൂത്ര വിസർജനം നടത്തരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ പറയണ്ടല്ലോ, പച്ച ഹറാമെന്ന് മാത്രമല്ല, അത് മനുഷ്യൻ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകും നിന്ദിച്ചുകൊണ്ടാണെങ്കിൽ. അതേ സമയത്ത് അറിയാതെ മൂത്രമൊഴിച്ചു പോയാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. പെരുന്നാളിനും മറ്റും ചെറിയ കുഞ്ഞുമക്കളെയും കൂട്ടിയിട്ട് പള്ളിയിൽ വരുന്ന ചില രക്ഷിതാക്കളുണ്ട്. അത്തരം കുട്ടികൾ പള്ളിയിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നു, പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ബഹളം വെക്കുന്നു. അതിനാൽ വകതിരിവെത്താത്ത ചെറിയ കുട്ടികളെയും കൂട്ടി പള്ളിയിലേക്ക് പെരുന്നാളിന് വന്നേക്കരുത് കേട്ടോ, അല്ലാത്ത സമയത്ത് വന്നേക്കരുത് കേട്ടോ. ഇത് പള്ളിയാണെന്ന് ബോധമില്ലാത്ത കുരുന്നു മക്കളെയും കൂട്ടി പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ അവർ മൂത്രമൊഴിച്ചാ നീ കുറ്റക്കാരനാണ്, നിസ്കരിക്കുന്ന സമയത്ത് ബഹളം വെച്ചാ നീ കുറ്റക്കാരനാണ്. അതുകൊണ്ട് അത്തരം ചെറിയ കുഞ്ഞുമക്കളെ പള്ളിയിലേക്ക് കൂട്ടി വരാൻ പാടില്ല. ഈ കാര്യവും ഞാൻ സൂചിപ്പിക്കുകയാണ്. പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് തക്ബീർ ചൊല്ലിയപ്പോൾ തീരുന്നത് വരെ ബഹളം വെച്ച് കരഞ്ഞു ഒരു ചെറിയ കുട്ടി. എൻ്റെ അനുഭവമാണ്. ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ എന്തിന് പള്ളിയിൽ കൊണ്ടുവന്നു? ഇതുപോലെ ഒരു ദിവസം അതാ പള്ളി നോക്കുന്ന ആള് വിളിച്ചു പറയുന്നു, നല്ല പുതിയ കാർപ്പറ്റാണ് ഉസ്താദേ, പക്ഷേ ഒരാൾ വന്ന് സുജൂദ് ചെയ്തൊക്കെ മൂത്രം മണത്തിട്ട് സുജൂദ് ചെയ്തൂടാ. നോക്കിയപ്പോൾ അതാ അവിടെയുള്ള CCTV പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി മൂത്രമൊഴിച്ചതാണ്. പക്ഷേ അത് കണ്ട ആളെന്താ ചെയ്തത്? കുട്ടിയെയും കൂട്ടി പോയതാണ്. എത്ര ആളെ നിസ്കാരമാണ് അയാൾ മുഖേന ബാത്തിലാക്കിയത്? പള്ളിയിലല്ലേ മൂത്രമൊഴിപ്പിച്ചത്? ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുവന്ന രക്ഷിതാവ് കുറ്റക്കാരനല്ലേ? അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം, ചെറിയ വകതിരിവില്ലാത്ത തമ്മീസില്ലാത്ത മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് വന്നേക്കരുത് കേട്ടോ. സമയായോ? ഓ സുഹൃത്തുക്കളെ, പള്ളിയോടുള്ള അതബ് കാണിക്കണം. അഥവാ ഒരു മനുഷ്യന് വുളു മുറിയുന്നത് കാറ്റ് പോയിട്ടാണെങ്കിൽ പോലും
പള്ളിയിൽ വെച്ചതുണ്ടാകാൻ പാടില്ല. അവൻ പള്ളിയുടെ പുറത്തു പോകണം. എന്നിട്ട് വീണ്ടും കയറുമ്പോൾ ഒതുവെടുത്ത് കയറലാണ് നല്ലത്. അതേ സമയത്ത് പള്ളിയിൽ വെച്ച് ഉളുമുറിച്ചാൽ പള്ളിയിലിരിക്കുന്ന സമയത്തൊക്കെ മലക്കുകളെ ദുആ കിട്ടുമായിരുന്നു. ആ വലിയ ആനുകൂല്യം അതോടെ തടയപ്പെട്ടു പോയി എന്ന് നബി തങ്ങൾ പറയുകയാണ്. പള്ളിയിൽ നേരത്തെ വന്ന് നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നാൽ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന അതേ പ്രതിഫലമാണ്. അതുപോലെ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ തന്നെ കാത്തിരുന്നാൽ നിസ്കാരത്തിൽ തന്നെയുള്ള അതേ പ്രതിഫലമാണെന്ന് മാത്രമല്ല, യുസല്ലി അലൈഹിൽ മലായിക, മലക്കുകൾ അവന് വേണ്ടി ദുആ നടത്തും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹ്മഹു എന്ന് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകളുടെ ദുആ കിട്ടും. അതുകൊണ്ട് പള്ളിയിൽ പരമാവധി പള്ളിയിൽ കൂടാനാണ് ശ്രമിക്കേണ്ടത്. പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയമുള്ള പുരുഷൻ അവൻ അള്ളാഹുവിന്റെ തണലുണ്ട് എന്നല്ലേ മഹ്ശറിൽ. അള്ളാഹുവേ, അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അതുകൊണ്ട് പള്ളിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കണം. പള്ളിക്ക് സഹായിക്കുക, പള്ളി നിർമ്മിക്കുക, പള്ളി നിർമ്മിച്ചാൽ അതിൻ്റെ കടങ്ങൾ വീട്ടുക, പള്ളിക്ക് വേണ്ടി കൊടുക്കുക, അതെല്ലാം സ്വർഗം കിട്ടാനുള്ള അമലാണ്. ഇവിടെ വലിയ വലിയ വീടുകൾ നിർമ്മിക്കുന്നവരുണ്ട്. ഓ സുഹൃത്തുക്കളെ, ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോകണം, ഖബറിൽ പോയി കിടക്കണം, പടച്ചവന്റെ കോടതിയിൽ ഹാജരാകണം. അതേ, നമുക്ക് സ്വർഗത്തിൽ വീട് കിട്ടണോ, അതുപോലെ ഖബറിൽ സന്തോഷം കിട്ടണോ, പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അതാണ് മംബനാലില്ലാഹി മസ്ജിദൻ, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വീട് നിർമ്മിക്കുന്നു. അക്കൂട്ടത്തിൽ നമ്മുടെ ഈ പള്ളി നിർമ്മിക്കാൻ സഹായിച്ചവർ, പ്രവർത്തിച്ചവർ എല്ലാവരെയും നമ്മളെയും അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ റസാഖ് ഹാജി അബൂദാബിയിൽ അദ്ദേഹത്തിൻ്റെ സഹായം ഈ പള്ളിയുടെ സ്ഥലത്തിനു വേണ്ടി ലഭിച്ചു എന്ന് പ്രവർത്തകന്മാർ പറഞ്ഞു. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങളെ ബന്ധത്തിൽ ആരത് രോഗികളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജിയുടെ ഉമ്മ ഈ അടുത്താണ് മരണപ്പെട്ടു പോയത്. ആ ഉമ്മക്കും നേരത്തെ മരണപ്പെട്ടു പോയ പിതാവിനും, അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എൻ്റെ ഉമ്മ മരണപ്പെട്ടത് റജബ് മാസത്തിലാണ്. അങ്ങനെ മരിച്ചുപോയ ആരുണ്ടോ എല്ലാവരുടെ ഖബറിലും നീ സന്തോഷം നൽകണം റഹ്മാനെ. നമ്മുടെ അബഹയിലെ സിറാജുൽ ഹുദയുടെ സഹകാരി അസ്രഫ് കുണ്ടോട്ടിയുടെ ഭാര്യ മാതാവ് ക്യാൻസർ കാരണം പ്രയാസത്തിലാണെന്ന് അറിയിച്ചു. അല്ലാഹുവേ, അതുപോലെ ക്യാൻസറും ട്യൂമറും മൾസറും ഷുഗറും അതുപോലെ ഹാർട്ടിൻ്റെയും കിഡ്നിയുടെയും ഒക്കെ രോഗമുള്ള പലരും പല സ്ഥലങ്ങളിലുമുണ്ട്. അല്ലാഹുവേ, നീ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണം റഹ്മാനെ. ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് ഉസ്താദേ, നല്ല റിപ്പോർട്ട് ഹൈറാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ച പലരും ഉണ്ട്. കർണാടകയിലുള്ളവരുണ്ട്, കേരളത്തിലുള്ളവരുണ്ട്, നേർച്ചകൾ തന്നവരുണ്ട്, ഏൽപ്പിച്ചവരുണ്ട്, സിറാജുലിലേക്ക് സംഭാവന തന്നവരുണ്ട്. അല്ലാഹുവേ, ആര് രോഗങ്ങളുള്ളവരുണ്ടോ മാരകമായ രോഗങ്ങളൊന്നുമില്ലാതെ മല പോലെ വന്നത് മഞ്ഞ് പോലെയാക്കി നീ എളുപ്പത്തിൽ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്കാർക്കും അപകടകരമായ രോഗങ്ങളൊന്നും തന്നേക്കരുത് റഹ്മാനെ. രോഗമുള്ളവരുടെ രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഹൈറായ കുട്ടികളെ കൊടുക്കണം റഹ്മാനെ. മക്കളില്ലാത്തവരുണ്ട് ഈ സദസ്സിലും, മക്കളില്ലാഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ ഹൈറായ കുട്ടികളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരുടെ മക്കളെയും ഞങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും നീ വിജയിച്ചവരിൽ പെടുത്തണം റഹ്മാനെ. ആർക്കെന്ത് പ്രശ്നങ്ങളുണ്ടോ നീ പരിഹരിച്ചു തരണം റഹ്മാനെ. കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരണം റഹ്മാനെ. വിവാഹം ഉദ്ദേശിക്കുന്നവരുണ്ട്, നീ ഹൈറായ ഇണകളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണം റഹ്മാൻ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട അടിമറാക്കൽ. ആരെല്ലാം വിദേശത്തുള്ളവരുണ്ടോ നാട്ടിലുള്ളവരുണ്ടോ എല്ലാവർക്കും ഞങ്ങൾക്കും നിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണം റഹ്മാന്. ഞങ്ങളെ സംഘടനകളെയോ ഞങ്ങളെ പ്രസ്ഥാനത്തെയോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയോ ഞങ്ങളെ സ്ഥാപനങ്ങളെയോ പള്ളികളെയോ മദ്രസകളെയോ
തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ അവരെ കൽബും ഞങ്ങളെ കൽബും നന്നാക്കി തരണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. വണ്ടിയുടെ സമയമായതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. എല്ലാവരും സമ്മതം തരണം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ മകൻ ഉണ്ട്. അവർ നമ്മളെ ഖതീബും കൂടിയാണ്. യാക്രമ ചൊല്ലി തങ്ങളെ ദ്വായൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. തങ്ങൾ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും തങ്ങളിൻ്റെ കേട്ടോ. ഇമാം ഷാഫി റളിയല്ലാഹു 10 പ്രാവശ്യം ദർസിൻ്റെ ഇടയിൽ എഴുന്നേറ്റുന്ന ഒരു ചെറിയ കുട്ടി കളിക്കുന്ന ഒരു തങ്ങൾ കുട്ടീനെ കണ്ട വകയിൽ. അതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ 5 മിനിറ്റ് കൂടി എല്ലാവരും ഇരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് പോകാം. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട വേരോട് ഉസ്താദിൻ്റെ എല്ലാവിധ കൃതജ്ഞതയും അറിയിക്കുകയാണ്.